Good afternoon to all. Today I am going to teach foreign collaboration, types of foreign collaboration, foreign investment promotion board, pollution control clearance board. First we start with the foreign collaboration. What is mean by foreign collaboration? Foreign collaboration means an agreement between two or more different companies from different companies to carry some type of business operation. Foreign collaboration is a strategic alliance between two or more resident and non-resident entity. ഇപ്പം എന്താണ് ഫോറിൻ കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ? ഫോറിൻ കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എഗ്രിമെൻ്റ് ആണ്. ആര് തമ്മിലുള്ള എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ടു ഓർ മോർ ഡിഫറെൻറ്റ് കമ്പനീസ്, രണ്ടോ അതിലധികമോ കമ്പനീസ് തമ്മിൽ, അത് ഡിഫറെൻറ്റ് കൺട്രീസിലുള്ള ഡിഫറെൻറ്റ് കമ്പനീസ് തമ്മിലുള്ള ഒരു രണ്ടോ അതിലധികമോ കമ്പനീസ് തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ ഫോറിൻ കൊളാബറേഷൻ എന്ന് പറയുന്നത്. Foreign collaboration means an agreement between two or more different companies from different companies to carry some type of business operation. Next പറയുന്നത് foreign collaboration is a strategic alliance between two or more resident and non-resident entity. അതായത് റെസിഡൻറ്റ് അതുപോലെ തന്നെ നോൺ റെസിഡൻറ്റ് എൻറ്റിറ്റീസ് തമ്മിലുള്ള ഒരു സ്ട്രാറ്റജിക് അലയൻസിനെയാണ് നമ്മൾ ഫോറിൻ കൊളാബറേഷൻ എന്ന് പറയുന്നത്. Foreign collaboration is an agreement or contract between two or more company from different countries for mutual benefit. രണ്ട് കമ്പനി രണ്ട് രാജ്യങ്ങളിലുള്ളവർ ട്രേഡ് നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? അവരുടെ മ്യൂച്വൽ ബെനിഫിറ്റിന് വേണ്ടി. അപ്പോൾ ഇറ്റ് ഈസ് എ കോൺട്രാക്റ്റ് ബിറ്റ്വീൻ ടു ഓർ മോർ കമ്പനീസ് ഫ്രം ഡിഫറെൻറ്റ് കമ്പനീസ് ഫോർ മ്യൂച്വൽ ബെനിഫിറ്റ്. അവരുടെ മ്യൂച്വൽ ബെനിഫിറ്റിന് വേണ്ടിയാണ് അവർ ബിസിനസ് നടത്തുന്നത്. അപ്പോൾ ഫോറിൻ കൊളാബറേഷൻ എന്ന് വെച്ചാൽ ഒരു എഗ്രിമെൻ്റ് ആണ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് കൺട്രീസ്, ഡിഫറെൻറ്റ് കമ്പനീസ് ടു ക്യാരി സം ടൈപ്പ് ഓഫ് ബിസിനസ് ഫോർ ദെയർ മ്യൂച്വൽ ബെനിഫിറ്റ്. ഓക്കെ, നെക്സ്റ്റ് വി മൂവ് ടു ദി ടൈപ്പ് ഓഫ് ഫോറിൻ കൊളാബറേഷൻ. ദർ ആർ 4 type of foreign collaboration. First, technical collaboration. Second, marketing collaboration. Third, financial collaboration. Fourth, consultancy collaboration. നെക്സ്റ്റ് പറയുന്നത് ബിഫോർ ഇനീഷ്യേഷൻ ഓഫ് ഫോറിൻ കൊളാബറേഷൻ ഇറ്റ് റിക്വയർ ആൻ അപ്രൂവൽ ഫ്രം ദി ഗവൺമെൻറ് ഓഫ് എ ഡൊമസ്റ്റിക് കൺട്രി റെസിഡൻറ്റ് ആൻഡ് നോൺ റെസിഡൻറ്റ് എൻറ്റിറ്റി. അതായത് ഡൊമസ്റ്റിക് കൺട്രിയുടെയും അതുപോലെ തന്നെ നോൺ റെസിഡൻറ്റ് എൻറ്റിറ്റിയുടെയും ഗവൺമെൻറ്റിൻ്റെ നിന്ന് അപ്രൂവൽ കിട്ടണം. സൈൻ ആ ഗവൺമെൻറ് എന്ത് കൊടുക്കണം? പ്രിലിമിനറി എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യണം. ആൻഡ് എ കോൺട്രാക്റ്റ് ഈസ് എക്സിക്യൂട്ടഡ് ടു ഫോം ഫോറിൻ കൊളാബറേഷൻ. അങ്ങനെ പ്രിലിമിനറി എഗ്രിമെൻറ്റ് സൈൻ ചെയ്താൽ മാത്രമേ അവർക്ക് ഫോറിൻ കൊളാബറേഷനിൽ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ആഫ്റ്റർ എസ്റ്റാബ്ലിഷിംഗ് ഫോറിൻ കൊളാബറേഷൻ, റെസിഡൻറ്റ് ആൻഡ് നോൺ റെസിഡൻറ്റ് എൻറ്റിറ്റി സ്റ്റാർട്ട് ബിസിനസ് ടുഗദർ ഇൻ ദ ഡൊമസ്റ്റിക് കൺട്രി. അതായത് അവർക്ക് ഈ എഗ്രിമെൻറ്റ് കിട്ടിയതിന് ശേഷം അവർക്ക് ഫോറിൻ കൊളാബറേഷൻ റെസിഡൻറ്റിനും നോൺ റെസിഡൻറ്റ് എൻറ്റിറ്റിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വി മൂവ് ടു ദി EPCG സ്കീം. EPCG സ്കീം എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് പ്രൊമോഷൻ ക്യാപിറ്റൽ ഗുഡ്സ് സ്കീം. എക്സ്പോർട്ട് പ്രൊമോഷൻ ക്യാപിറ്റൽ ഗുഡ്സ് സ്കീം, EPCG. ഫസ്റ്റ് വി സ്റ്റാർട്ട് വിത്ത് വാട്ട് ഈസ് മീൻ ബൈ എക്സ്പോർട്ട് പ്രൊമോഷൻ ക്യാപിറ്റൽ ഗുഡ്സ്. Export promotion capital goods are capital goods used in the production of goods which are exported to other countries. അതായത് വേറെ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എക്സ്പോർട്ട് പ്രൊമോഷൻ capital goods are capital goods used in the production of goods which are exported to other countries. ആ ഐറ്റംസ് എന്ത് ചെയ്യും? നമ്മൾ വേറെ രാജ്യത്തിലേക്ക് എക്സ്പോർട്ട് ചെയ്യും. വിച്ച് ഇൻക്ലൂഡ് മിഷനറി ആസ് വെൽ ആസ് സ്പെയർസ്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്, അതായത് എക്സ്പോർട്ട് പ്രൊമോഷൻ ക്യാപിറ്റൽ ഗുഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് മിഷനറിയും അല്ലെങ്കിൽ സ്പെയർസും ഒക്കെ ആയിരിക്കും. അപ്പോൾ വേറെ രാജ്യത്തിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗുഡ്സാണ് എക്സ്പോർട്ട് പ്രൊമോഷൻ ക്യാപിറ്റൽ ഗുഡ്സ്. ഇനി EPCG സ്കീം എന്താണെന്ന് നോക്കാം. നമ്മളിവിടെ എക്സ്പോർട്ട് പ്രൊമോഷൻ ക്യാപിറ്റൽ ഗുഡ്സ് എന്താണെന്ന് പഠിച്ചു. അതായത് എക്സ്പോർട്ടിന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിനെയാണ് നമ്മൾ എക്സ്പോർട്ട് പ്രൊമോഷൻ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. എന്താണ് EPCG സ്കീം എന്ന് പറഞ്ഞാൽ?
This is a scheme which enables an importer to import capital goods at a zero rate of customer duty. This scheme is subject to an export value equivalent to 6 times of duty saved on importing of such capital goods within 6 years from the date of issue of the authorization. EPCG സ്കീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് എ സ്കീം വിച്ച് എനേബിൾ ആൻ ഇമ്പോർട്ടർ ടു ഇമ്പോർട്ട് ക്യാപിറ്റൽ ഗുഡ്സ് അറ്റ് സീറോ റേറ്റ് ഓഫ് കസ്റ്റം ഡ്യൂട്ടി. അതായത് നമുക്കറിയാം ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കസ്റ്റം ഡ്യൂട്ടി കൊടുക്കും. അപ്പോൾ ഈ EPCG സ്കീം അനുസരിച്ച് ഇമ്പോർട്ടർക്ക് ക്യാപിറ്റൽ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ കസ്റ്റം ഡ്യൂട്ടി കൊടുക്കണ്ട. കസ്റ്റം ഡ്യൂട്ടി സീറോ റേറ്റിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അതാണ് EPCG സ്കീം എന്ന് പറഞ്ഞാൽ. ദിസ് ഈസ് എ സ്കീം വിച്ച് എനേബിൾ ആൻ ഇമ്പോർട്ടർ ടു ഇമ്പോർട്ട് ക്യാപിറ്റൽ ഗുഡ്സ് അറ്റ് എ സീറോ റേറ്റ് ഓഫ് കസ്റ്റം ഡ്യൂട്ടി. കസ്റ്റമർ ഡ്യൂട്ടി സീറോ റേറ്റിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ദി സ്കീം ഈസ് സബ്ജക്റ്റ് ടു ആൻ എക്സ്പോർട്ട് വാല്യൂ. എക്സ്പോർട്ടിൻ്റെ വാല്യൂ 6 times ഓഫ് ഡ്യൂട്ടി സേവ്ഡ് ഓൺ ഇമ്പോർട്ടേഷൻ ഓഫ് സച്ച് ക്യാപിറ്റൽ ഗുഡ്സ്. 6 ടൈം കൂടുതലാണ് ഇമ്പോർട്ടിൻ്റെ ഡ്യൂട്ടി സേവ് ചെയ്തതിനേക്കാൾ 6 ടൈം കൂടുതലാണ് എക്സ്പോർട്ടിന് ചാർജ് ചെയ്യുന്നത്. വിത്തിൻ 6 years ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ദി ഓതറൈസേഷൻ ഇഷ്യൂ ചെയ്ത് 6 yearsന് ഉള്ളിലായിരിക്കും ഈ 6 times ഡ്യൂട്ടി സേവ് ചെയ്ത് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ EPCG സ്കീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് എ സ്കീം വിച്ച് എനേബിൾ ആൻ ഇമ്പോർട്ടർ ടു ഇമ്പോർട്ട് ക്യാപിറ്റൽ ഗുഡ്സ് അറ്റ് സീറോ റേറ്റ് ഓഫ് കസ്റ്റം ഡ്യൂട്ടി. ഇമ്പോർട്ട് ചെയ്യുന്നതിന് കസ്റ്റം ഡ്യൂട്ടി സീറോ റേറ്റ് ആണെങ്കിൽ ആ സ്കീമിനെയാണ് നമ്മൾ EPCG സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പോർട്ട് പ്രൊമോഷൻ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിനെയാണ് നമ്മൾ എക്സ്പോർട്ട് പ്രൊമോഷൻ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇതിൽ മെയിനായിട്ടുള്ളത് മിഷനറിയും അതുപോലെ തന്നെ സ്പെയേഴ്സൊക്കെയാണ്. ഈ EPCG സ്കീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ സാധാരണ കസ്റ്റം ഡ്യൂട്ടി പ്രൊവൈഡ് ചെയ്യണം. EPCG സ്കീം അനുസരിച്ച് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ കസ്റ്റം ഡ്യൂട്ടി എങ്ങനെയായിരിക്കും? സീറോ ആയിരിക്കും. Next we move to the Foreign Investment Promotion Board, FIPB, Foreign Investment Promotion Board. എന്താണ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ? ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ് ഹാസ് ബീൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദി ഗവൺമെൻറ് വിത്ത് എ വ്യൂ ടു പ്രൊമോട്ട് ആൻഡ് അട്രാക്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇന്ത്യ. അതായത് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്, ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്തത് നമ്മുടെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ, ഇന്ത്യയിലെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യാനാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ദ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ് ഈസ് എ ഹൈ പവേർഡ് കമ്മിറ്റി കംപ്രൈസിങ് ദ പ്രിൻസിപ്പൽ സെക്രട്ടറി ടു പ്രൈം മിനിസ്റ്റർ. ഇതിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി തൊട്ട് പ്രൈം മിനിസ്റ്റർ വരെ ഇതിലെ മെമ്പേഴ്സാണ്. ഫിനാൻസ് സെക്രട്ടറി ആൻഡ് കൊമേഴ്സ് സെക്രട്ടറി ആൻഡ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രി. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രിയിലാണ്. അപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ് ഹാസ് ബീൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത് ബൈ ദി ഗവൺമെൻറ് വിത്ത് എ വ്യൂ ടു പ്രൊമോട്ട് ആൻഡ് അട്രാക്റ്റ്. നമ്മുടെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ അട്രാക്റ്റ് ചെയ്യാനും ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനും അതുപോലെ അട്രാക്റ്റ് ചെയ്യാനും വേണ്ടിയാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്. ഇതിൽ ഈ കമ്മിറ്റിയിലുള്ളവർ പ്രിൻസിപ്പൽ സെക്രട്ടറി തുടങ്ങിയ പ്രൈം മിനിസ്റ്റർ വരെ ഉണ്ടാവും. അതുകൂടാണ്ട് ഫിനാൻസ് സെക്രട്ടറി, കമ്പനി സെക്രട്ടറി ആൻഡ് ഇത് ലൊക്കേറ്റഡ് ഇൻ ദ മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രി. ഇൻഡസ്ട്രിയുടെ മിനിസ്ട്രിയിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ്, ഫങ്ഷൻസ് ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ്. മെയിനായിട്ട് 3 ഫങ്ഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ്, ക്ലിയറൻസ് ഓഫ് പ്രപ്പോസൽ, അതായത് പ്രപ്പോസൽസ് ക്ലിയർ ചെയ്യുക. സെക്കൻഡ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കോൺട്രാക്ട് വിത്ത് ആൻഡ് ഇൻവൈറ്റിംഗ് സെലക്ട് ദ ഇൻ്റർനാഷണൽ കമ്പനീസ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ കൺട്രി ഇൻ അപ്രോപ്രിയേറ്റ് വെഞ്ചേഴ്സ് ആൻഡ് ടു പീരിയോഡിക്കലി റിവ്യൂ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്രൊജക്റ്റ് ക്ലിയർഡ്. അതായത് ഇതിൽ പറയണത് നമ്മൾ ഇൻ്റർനാഷണൽ കമ്പനീനെ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി സെലക്ട് ചെയ്യാം. അതായത്
പുറത്തുള്ള രാജ്യങ്ങളെ നമ്മുടെ രാജ്യത്തിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വെഞ്ചേഴ്സിൽ അവരുടെ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് അവർ ഇൻവൈറ്റ് ചെയ്യുക ആൻഡ് ടു പീരിയോഡിക്കലി റിവ്യൂ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്രൊജക്റ്റ് ക്ലിയർഡ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ പീരിയോഡിക്കലി റിവ്യൂ ചെയ്യുക. പീരിയോഡിക്കലി നമ്മളത് ചെക്ക് ചെയ്യുക. ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്രൊജക്റ്റ് ക്ലിയർഡ്. പ്രൊജക്റ്റ് ക്ലിയർ ചെയ്തേക്കുന്നത് നമ്മൾ പീരിയോഡിക്കലി എന്ത് ചെയ്യുക, റിവ്യൂ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത് ക്ലിയറൻസ് ഓഫ് പ്രപ്പോസൽസ്. നമ്മൾ പ്രപ്പോസൽസിനെ ക്ലിയർ ചെയ്യും. സെക്കൻഡ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കോൺട്രാക്ട് വിത്ത് ആൻഡ് ഇൻവൈറ്റിംഗ് സെലക്ട് ദ ഇൻ്റർനാഷണൽ കമ്പനീസ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദി കൺട്രി. അവരുടെ ഇൻ്റർനാഷണൽ കമ്പനീസിനെ നമ്മുടെ രാജ്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പ്രപ്പോസൽസിന് വേണ്ടി അവർ ഇൻവൈറ്റ് ചെയ്യുകയും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും പീരിയോഡിക്കലി അതിനെ റിവ്യൂ ചെയ്യുകയും ചെയ്യുന്നത് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡിൻ്റെ ഫങ്ഷനാണ്. തേർഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ബോർഡ് പ്രോഗ്രാം ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്ലൂഡ് എ വെറൈറ്റി ഓഫ് ആക്ടിവിറ്റീസ് സച്ചസ് മാർക്കറ്റിംഗ്, എനർജി കൺസർവേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് ഇൻക്രീസ് ഇൻ എംപ്ലോയ്മെൻറ്റ്. അതായത് ബോർഡ്സ് നമ്മൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡിൻ്റെ വേറെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വെറൈറ്റി ഓഫ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് മാർക്കറ്റിംഗ്, എനർജി കൺസർവേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. അതുപോലെ തന്നെ ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ഇൻ എംപ്ലോയ്മെൻറ്റ്. ഒരുപാട് പേർക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയും ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ പറഞ്ഞത് ക്ലിയറൻസ് ഓഫ് പ്രപ്പോസൽ. സെക്കൻഡ്, നമ്മൾ ഇൻ്റർനാഷണൽ കമ്പനി നമ്മുടെ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, പീരിയോഡിക്കലി അതിനെന്ത് ചെയ്യുക, റിവ്യൂ ചെയ്യുക. നെക്സ്റ്റ്, ഇതുകൂടാതെ തന്നെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസുകൾ നമ്മുടെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡിനുണ്ട്. അതായത് മാർക്കറ്റിംഗ്, എനർജി കൺസർവേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് ഇൻക്രീസ് ഇൻ എംപ്ലോയ്മെൻറ്റ്. ദീസ് ആർ ദ വേരിയസ് ഫങ്ഷൻസ് ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ്. നെക്സ്റ്റ് പറയുന്നത് വാട്ട് ആർ ദ ക്യാപിറ്റൽ ഗുഡ്സ് അലൗഡ് അണ്ടർ എക്സ്പോർട്ട് പ്രൊമോഷൻ ക്യാപിറ്റൽ ഗുഡ്സ് സ്കീം. ആ സ്കീമിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഐറ്റംസ് അല്ലെങ്കിൽ ഗുഡ്സ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ദ ക്യാപിറ്റൽ ഗുഡ്സ് അലൗഡ് അണ്ടർ എക്സ്പോർട്ട് പ്രൊമോഷൻ സ്കീം ഷാൽ ഇൻക്ലൂഡ് സ്പെയർസ്, അതുപോലെ ടൂൾസ്, മോൾഡ്സ്, ഡൈസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്യാപിറ്റൽ ഗുഡ്സ് പ്രൊമോഷൻ സ്കീമിൽ വരുന്നത്. ഫർദർ, സെക്കൻഡ് ക്യാപിറ്റൽ ഗുഡ്സ് മേ ഓൾസോ ബി ഇമ്പോർട്ട്. സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് അല്ലേ, അതും ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് വിത്തൗട്ട് എനി റിസ്ട്രിക്ഷൻ അണ്ടർ EPCG സ്കീം. EPCG എക്സ്പോർട്ട് പ്രൊമോഷൻ കൺട്രോൾ ഗുഡ്സിൻ്റെ ഒരു സ്കീം അനുസരിച്ചുള്ള ഒരു റിസ്ട്രിക്ഷൻസും ഇല്ലാണ്ട് സെക്കൻഡ് ഹാൻഡ് ക്യാപിറ്റൽ ഗുഡ്സും കൂടിയും എന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ് ഫോർ എക്സ്പോർട്ട് പ്രൊമോഷൻ ക്യാപിറ്റൽ ഗുഡ്സ് സ്കീമിൻ്റെ ലൈസൻസിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്താലാണ് EPCG ലൈസൻസ് കിട്ടാം? ഫസ്റ്റ്, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് കോഡ്. ആദ്യം തന്നെ അവർക്കൊരു ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് വേണം. നെക്സ്റ്റ്, രജിസ്ട്രേഷൻ കം മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം. തേർഡ്, ഡിജിറ്റൽ സിഗ്നേച്ചർ ഇടണം. ഫോർത്ത്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഫ്രം ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടണം. ഫിഫ്ത്ത്, പാൻ കാർഡും EPCG ലൈസൻസിന് കിട്ടാനായിട്ട് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റാണ്. നെക്സ്റ്റ്, എക്സൈസ് രജിസ്ട്രേഷൻ. നെക്സ്റ്റ്, GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പ്രൊബോമ ഇൻവോയ്സ്, ബ്രൗച്ചർ. നെക്സ്റ്റ്, സെൽഫ് സർട്ടിഫിക്കറ്റ് കോപ്പി പ്ലസ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. നെക്സ്റ്റ്, സെൽഫ് സർട്ടിഫിക്കറ്റ് കോപ്പി പ്ലസ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഓഫ് ചാർട്ടേഡ് എഞ്ചിനീയർ. ഇത്രയും ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്താലാണ് നമുക്ക് EPCG ലൈസൻസ് കിട്ടുക. ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ്, രജിസ്ട്രേഷൻ കം മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ്, ഡിജിറ്റൽ സിഗ്നേച്ചർ, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഫ്രം ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ്, പാൻ കാർഡ്, എക്സൈസ് രജിസ്ട്രേഷൻ, GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പ്രൊഫോമ ഇൻവോയ്സ്, ബ്രൗച്ചർ, സെൽഫ് സർട്ടിഫിക്കറ്റ് കോപ്പി പ്ലസ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, സെൽഫ് സർട്ടിഫിക്കറ്റ് കോപ്പി പ്ലസ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഓഫ് ചാർട്ടേഡ് എഞ്ചിനീയർ. These are the various documents required for EPCG license.
നെക്സ്റ്റ് പൊല്യൂഷൻ കൺട്രോൾ ക്ലിയറൻസ്. പൊല്യൂഷൻ കൺട്രോൾ ക്ലിയറൻസിൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഷുഡ് ബി ഒബ്റ്റെയിൻഡ് ഫ്രം ദി കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ബിഫോർ സ്റ്റാർട്ടിങ് ആൻ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്. നമുക്കറിയാലോ, ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും മുമ്പ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ നിന്ന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, അതായത് NOC, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ കേസ് ദ ഇൻഡസ്ട്രി ഫാൾ ഇൻ ദി ഹൈലി പൊല്യൂട്ടഡ് കാറ്റഗറി, എ ഫാൾ ഫ്ലഡ്ജ് ഓർ റാപ്പിഡ് EIA ഹാസ് ബീൻ ക്യാരിഡ് ഔട്ട്. ഈ ഹൈലി പൊല്യൂട്ടഡ് ഇൻഡസ്ട്രീസ് ആണെങ്കിൽ EIAയും കൂടിയും സബ്മിറ്റ് ചെയ്യണം. ആൻഡ് സബ്മിറ്റഡ് ടു ദി SPCB. ഓൾ യൂണിറ്റ് വിച്ച് യൂസ് മിഷനറി ഷുഡ് ഒബ്റ്റെയിൻ NOC ഫ്രം ദി SPCB. അതായത് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ നിന്ന് മിഷനറി യൂസ് ചെയ്യണ്ടെങ്കിൽ അവർക്ക് NOC സർട്ടിഫിക്കറ്റ്, അതായത് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ ചെയ്യണം. ആരുടെ നിന്ന്? സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, SPCB. അപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ക്ലിയറൻസിൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യണം. നെക്സ്റ്റ് വി മൂവ് ടു ദി അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ. First question, what is mean by foreign collaboration? Second, what are the different type of foreign collaboration? Third, what is EPGC scheme? Okay, thank you.